എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ഓട്ടട ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കരയൊക്കെ ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ചീകിയെടുക്കാം. ഇതുപോലൊന്ന് ഉരച്ചു കൊടുത്താൽ മതി, നല്ല പൊടി പൊടിയായിട്ട് കിട്ടും. ഞാനതെല്ലാം ചീകി വെച്ചിട്ടുണ്ട്. ഇനി വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്, വാഴയിലക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിനകത്തേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി അരിമാവ് വേണമെങ്കിൽ അതെടുത്താലും മതി, റവ ഉണ്ടെങ്കിൽ റവ എടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ച് അടയ്ക്കൊക്കെ ഒരു പരത്തുന്ന ഒരു പരുവമില്ലേ, അതേപോലെ കുഴച്ചെടുക്കണേ, ഇതുപോലെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരയ്ക്കകത്തേക്ക് നമുക്ക് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കൈവച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഞാനിനി ഒരു ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലക്കകത്തേക്ക് നമുക്ക് ആ മാവ് വെച്ച് കൊടുത്തിട്ട് കൈവച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ ഇത്തിരി വെള്ളം തൊട്ടിട്ട് പരത്തിയാൽ മതിയേ. ഇനി ആ ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് മാവിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ശർക്കര അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനി ആ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓട്ടട ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദോശക്കല്ലാണ് ഇത്. ഇനി നമുക്കിത് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് കൊടുക്കണം, ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചാൽ ആ ഇല അങ്ങ് കരിഞ്ഞു പോകും, ആ അട വേഗത്തുമില്ല. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള അടയെല്ലാം ചുട്ടെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി, കരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചോണം. ഒരെണ്ണം ഞാൻ ചുട്ടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ ചുട്ടെടുത്ത് വയ്ക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇത് നല്ല 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു പലഹാരമാണ്. മഴയത്തൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം ഗോതമ്പ് മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.